ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിനി. ഞാൻ പുതിയതായിട്ട് രഞ്ജിനീസ് കുക്ക് വേൾഡ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ബാക്കി നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരുടെയും സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടും എന്തായാലും വേണം. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുകൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കുക്കിംഗ് വീഡിയോ ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലീനിങ് ടിപ്സ്, അതുപോലെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സജഷനും ഒപ്പീനിയനും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എഗ്ഗ് മഞ്ചൂരിയൻ ആണ് കേട്ടോ. അപ്പം എഗ്ഗ് മഞ്ചൂരിയനൊക്കെ ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ മാത്രമേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിലും എങ്ങനെ എഗ്ഗ് മഞ്ചൂരിയൻ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ കമൻസും കൂടെ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും കൂടെ ഒന്ന് പറയാം. അതും കൂടെ ഞാൻ ഉൾക്കൊള്ളുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എഗ്ഗ് മഞ്ചൂരിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 കോഴിമുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് ബീറ്റ് ചെയ്തതൊന്ന് ഇതേപോലെ ഒരു മോൾഡിലേക്കോ, ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് ടിഫിൻ ബോക്സ് ആണ് ഉള്ളതെങ്കിൽ അതിലേക്കൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് മുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് വേവിക്കണം. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പം അതൊന്ന് നമ്മൾക്ക് മൂടി വെച്ചിട്ട് 15 മിനിറ്റിലിരുന്ന് 20 മിനിറ്റ് വരേക്കും വേവിക്കാം. അപ്പോൾ അതാ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് ഒന്ന് സ്ക്വയർ ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്താ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊരു ബാറ്റർ റെഡി ആക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ വേണം കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തത്. പിന്നെ കുറച്ച് ഉപ്പും, എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം. പിന്നെ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ച് ഈ ബാറ്ററിലും വ്യത്യാസം വരുത്താം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ബാറ്റർ റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾക്ക് ഈ ഓരോ മുട്ടയുടെ പീസും ഈ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. പിന്നെ ഒരുപാട് ഒരുമിച്ചിടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾക്കത് തിരിച്ചിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 സൈഡ് ആയതിനു ശേഷം നമുക്ക് ഇതേപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ബാക്കിയുള്ള എഗ്ഗോടെ പീസും ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിവിടെ മുഴുവൻ പൊരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതേ പാനിൽ തന്നെ അത്ര ഓയിൽ ആവശ്യമില്ല കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും മതി. അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച ഇഞ്ചി, പിന്നെ ഒരു 4 വെളുത്തുള്ളി ഒന്ന് ചെറുതായി മുറിച്ചത്, അതൊന്ന് വണങ്ങിയതിന് ശേഷം നമ്മൾക്ക് ഒരു വലിയ സവാള, ഈ സവാളയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർക്കാം. ഞാനിവിടെ ഗ്രീൻ കളർ ക്യാപ്സിക്കമാണ് ചേർത്തത്. ക്യാപ്സിക്കം ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ചൊന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. ഒരു 1 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി ഒഴിക്കുക. ആ കോൺഫ്ലവറിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ വിനീഗർ, പിന്നെ കുറച്ച് പഞ്ചസാര കേട്ടോ. ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ.
അതിനുശേഷം നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസസും ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക കേട്ടോ. 2 മിനിറ്റായി നമ്മളുടെ എഗ്ഗ് മഞ്ചൂരിയൻ റെഡി ആയിട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ ഗാർണിഷിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം, ഇല്ലെങ്കിൽ കൊത്തമല്ലിത്തല ചേർക്കാം കേട്ടോ. ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.